ഇലക്ട്രോണിക്സ് ഒട്ടും അറിയാത്ത, ചുരുക്കി പറഞ്ഞാൽ മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ അറിയില്ല, സോൾഡറിംഗ് ഉപയോഗിക്കാൻ അറിയില്ല, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് പോലും 5.1 ആംപ്ലിഫയർ, ഓഡിയോ ആംപ്ലിഫയർ അസംബിൾ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് നല്ല രീതിയിൽ പഠിച്ച് വളരാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ പഠിക്കാനായി എത്തിയിരിക്കുന്നത് ശ്രീ ഓംദാസ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച കാര്യങ്ങളിലേക്ക് കിടക്കാം. ഓംദാസ് അല്ലേ? ഓംദാസ്. അപ്പൊ ഇലക്ട്രോണിക്സിൽ വലിയ പരിചയമൊന്നുമില്ല, പണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, നടന്നില്ല. മൾട്ടിമീറ്റർ ഉപയോഗിക്കാൻ ശരിക്കും അറിയില്ല, സോൾഡറിംഗ് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പൊ അത് പഠിക്കണം. ബേസിക് ഇലക്ട്രോണിക്സ്, അതിന് നമ്മൾ പറയുന്നത് ഇലക്ട്രോണിക്സ് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന പഴയ കാലത്തെ രീതിയല്ല ഇപ്പൊ വരുന്നത്. പണ്ട് പഠിക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ആദ്യം കപ്പാസിറ്റർ, റെസിസ്റ്റർ, ഇങ്ങനെ കമ്പോണൻസിനെ കുറിച്ച് മുഴുവൻ പഠിക്കും. ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം പഠിക്കും. പഠിച്ചതിന് ശേഷമാണ് എന്ത് വരുന്നത്, ഇലക്ട്രോണിക്സ് ഒരു അസംബ്ലിംഗ് സെക്ഷനിലേക്ക് കടക്കുന്നത്. അപ്പൊ ഈ കാലം മാറി. ഇപ്പൊ ആ പഴയ ടെക്നോളജി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല. നമ്മളിപ്പോ ഇവിടെ എങ്ങനെയാ തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് ഒരു 5.1 ആംപ്ലിഫയർ ഹോം തിയേറ്റർ അസംബിൾ ചെയ്യിക്കണം സ്വന്തമായിട്ട്. അതാണ് നമ്മൾ ഈ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് പരിചയം ഇല്ലെങ്കിൽ പോലും താങ്കളെ ഒരാൾക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് പ്രൂവ് ചെയ്യാം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞ ഇലക്ട്രോണിക്സ് എന്നല്ല നമ്മൾ പറയുന്നത്, പിന്നെ അസംബ്ലിംഗ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. എന്താണ് അസംബ്ലിംഗ് ഇലക്ട്രോണിക്സ്? ഇതേ സിസ്റ്റം പല സ്ഥലത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നറിയോ? മൊബൈൽ ഫോൺ സർവീസിംഗ് ഉണ്ടോ കടകൾ? അവിടെ ചെന്നാൽ നമുക്ക് 99% പേരോടും ചോദിച്ചാൽ ഒരാൾക്ക് ഇലക്ട്രോണിക്സ് അറിയില്ല. പക്ഷെ അവർ നന്നായിട്ട് സർവീസ് ചെയ്യും. അവർ അതിന് ഡിസ്പ്ലേ എങ്ങനെ അഴിക്കുന്നു, അത് ഫിക്സ് ചെയ്യുന്നു, അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അയാൾ എക്സ്പെർട്ട് ആവും. ഇനി അവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഇലക്ട്രോണിക്സ് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് 1 മാസം കൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാം. അത് ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വളരെ ഭംഗിയായി കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അത്രയും ഭാവം മനസ്സിലായത്. പിന്നെ ചെയ്യാൻ പോകുന്നത് മൾട്ടിമീറ്റർ വോൾട്ടേജ് ആൻഡ് ആംബിയർ, പിന്നെ കണ്ടിന്യൂറ്റി, ഈ 3 കാര്യങ്ങളാണ് മെഷർ ചെയ്യാൻ പഠിക്കേണ്ടത്. അപ്പോൾ വോൾട്ടേജ് എന്താണ്, ആംബിയർ എന്താണ് പഠിക്കുന്നതിന് മുമ്പ് ചെറിയൊരു അറിവില്ലേ? ഇപ്പൊ ബാറ്ററിക്ക് എത്ര വോൾട്ടാണ്, AC 230, DC, അതൊക്കെ അറിയുള്ളൂ, അറിയാം. അപ്പൊ അത് വെച്ചുകൊണ്ട് ഇതിലെങ്ങനെ മെഷർ ചെയ്യാം, ഇതിനാവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ മൊത്തത്തിൽ ഒരു 5.1 ആംപ്ലിഫയറിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് അത് ഞാൻ മുഴുവൻ പറഞ്ഞുതരാം. ഏതൊക്കെ കമ്പോണന്റ് എവിടെ വെക്കണം, എന്നിട്ട് അത് വർക്ക് ചെയ്ത് കണക്ഷൻ കൊടുത്താൽ അതിനകത്ത് പാട്ട് അത് വർക്ക് ചെയ്യും, പാട്ട് പാടിയിരിക്കും. ഇത്രയല്ലേ ആവശ്യമുള്ളൂ. അപ്പൊ അതിനെന്തൊക്കെ വേണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ വാങ്ങിയ എല്ലാ സ്പെയറും, ആ ഓരോ സ്പെയറും അതിന്റെ വർക്കിങ്ങും ആദ്യം എവിടെ തുടങ്ങണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് 1 by 1 ആയിട്ട്. അങ്ങനെ ശ്രീ ഓംദാസ് ഏതാണ്ട് ഒരു അരമണിക്കൂർ പരിശീലനത്തിന് ശേഷം സോൾഡറിംഗ് നന്നായി ഉപയോഗിക്കാൻ പഠിച്ചിരിക്കുന്നു. അദ്ദേഹം പവർ സപ്ലൈ ആണ് ആദ്യമായി ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് അസംബിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്യാബിനറ്റ് തന്നെ പറയാം. ക്യാബിനറ്റ്, ഇതാണ് ക്യാബിനറ്റ്. പ്രധാനപ്പെട്ട ഒരു സാധനത്തിന്റെ വില ഞാൻ കൃത്യമായിട്ട് പറയാം. അതുകൂടെ നോക്കൂ, അത് കൂടെ എഴുതി വെച്ചോളൂ. ചെറുതൊന്നും പറയുന്നില്ല, വലുതിന്റെ മാത്രം പറയാം. ക്യാബിനറ്റ് ഇതിന് ഏകദേശം 750 രൂപയാണ് വരുന്നത്. 750 തമിഴ്നാട് റേറ്റ് ആണ് പറയുന്നത്, എനിക്ക് കേരളത്തിൽ കറക്റ്റ് അറിയില്ല. പിന്നെ ഇതിനകത്ത് സ്പീക്കർ കൊടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഇത് ഫിക്സ് ചെയ്തു, അത്രയേ ഉള്ളൂ. സ്പീക്കേഴ്സ് വയർ കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുന്നു, വയർ ഇങ്ങോട്ട് സ്പീക്കറിന്റെ സൗണ്ട് ബോക്സിന് കൊടുത്ത് കൈ എടുത്തു കഴിഞ്ഞാൽ ലോക്കായി. ആ 3 സെറ്റ് വയർ AC കോഡ് കൊടുക്കാൻ വേണ്ടി ഒരു സോക്കറ്റും വെച്ച് കഴിഞ്ഞു. ഇത്രയാണ് ഇപ്പൊ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഫിക്സ് ചെയ്യണം. പിന്നെ ഒരു കൂളിംഗ് ഫാൻ, IC ഒക്കെ ഓവർ ഹീറ്റ് ആവുന്ന സമയത്ത് അത് അത്ര മാത്രമേ ഇപ്പൊ ചെയ്തുള്ളൂ. പുള്ളി അത്രയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ക്യാബിനറ്റ് വേണം. പിന്നെ രണ്ടാമത് വേണ്ടത് എന്താണ്, പവർ സപ്ലൈ. മെയിൻ ആയിട്ട് വേണ്ടത് പവർ സപ്ലൈ. അപ്പൊ നമ്മൾ എത്ര വാട്ട്സിന്റെ ആംപ്ലിഫയർ ചെയ്യുന്നു ഉള്ളത് അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 5+1, ഒരു ചാനൽ 100 വാട്ട്സ് വീതം 5 ചാനൽ, അപ്പൊ 500 വാട്ട്സ് അത് വന്നു. സബ് വൂഫർ 200 വാട്ട്സ്, അപ്പൊ ടോട്ടൽ 700 വാട്ട്സിന്റെ ഒരു 5.1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 6 ചാനൽ, അതിൽ 5 സാധാരണ ചാനലും 1 സബ് വൂഫറും. അപ്പൊ ഇതിന് ഏകദേശം നമുക്ക് വേണ്ടത്, ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ബോർഡ് എന്ന് പറയുന്നത് 48 വോൾട്ടോളം അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. 48. അപ്പൊ അതിന് 10 ആംപിയർ ആണ് കപ്പാസിറ്റി. ഇതാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇത് നോക്കാം, 24/024. ഇത് പ്രൈമറി AC കൊടുക്കുന്നത്.
ഇതിന്റെ കണക്ഷൻ ഇവിടെ വരുന്നു. അതിനുശേഷം നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നു, AC കോഡ് ഉപയോഗിച്ചിട്ട്. എന്നാണ്ട് AC കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പവർ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ വരുന്നു. യഥാർത്ഥത്തിൽ ഇത് 3 ചേർന്ന 3 ട്രാൻസ്ഫോമർ ഒരുമിച്ച് ചേർന്നാണ്. ഒന്ന് 24/24, 2 അറ്റം 0 ഒഴിവാക്കുകയാണെങ്കിൽ നമുക്കിത് 48 വോൾട്ട് കിട്ടും. ഡ്യുവൽ സപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മെയിൻ പവർ ആംപ്ലിഫയറാണ്. പിന്നെ ഇത്രയും ആംപിയറും വോൾട്ടും വേണ്ടാത്ത 12 വോൾട്ട് നമുക്ക് ആവശ്യമുണ്ട്, 5 വോൾട്ടും ആവശ്യമുണ്ട്. അപ്പൊ അതിനാണ് ഇതിന്റെ 24/24 എന്ന് പറയുന്നത് കമ്പിയാണിത്. ഇത് സെന്റർ ടാപ്പ് വരും, 2 കമ്പി ഒരുമിച്ച്. ഇവിടുന്ന് 0 ആണെങ്കിൽ ഇവിടുന്ന് 24 വോൾട്ടും ഇവിടുന്ന് 24, ഇത് തമ്മിൽ 48 വോൾട്ടും. അത് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഒരു 12/012, 12, അത് 1.5 ആംപിയറേ ഉള്ളൂ, അത്ര ആവശ്യമുള്ളൂ. ചെറിയ ബോർഡിനൊക്കെ നമുക്ക് 12 വോൾട്ടിന് ഇതെടുക്കാം. ഈ 1.5 ആംപിയറിന്റെ ഇതും സെന്ററിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് 12, ഇങ്ങോട്ട് 12. പിന്നെ വരുന്നത് 0.12, വെറും 12, സെന്റർ ടാപ്പ് ഇല്ലാത്തൊരു 12, 1.5 ആംസ്. അപ്പൊ അങ്ങനത്തെ 2 നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പല ആംപ്ലിഫയർ ചെയ്യുമ്പോൾ വ്യത്യസ്ത വോൾട്ടേജ് ആണല്ലോ. ഇനി ഇതിനൊക്കെ പൊസിഷൻ കൊടുക്കണം. നമ്മൾ ഇപ്പൊ ഹോൾസ് ഒന്നുമില്ല, ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പവർ ട്രാൻസ്ഫോമർ എപ്പോഴും പരമാവധി ഇങ്ങോട്ട് ചേർത്ത് ഈ ഭാഗത്താണ് വെക്കേണ്ടത്. ഇവിടെ വെച്ചതിന് ശേഷം ഇതൊക്കെ മാർക്ക് ചെയ്ത് ഇവിടെ ഹോൾസ് ഡ്രിൽ ചെയ്യാം. പിന്നെ ഇതിന്റെ പവർ സപ്ലൈ, ഇതിന്റെ ബോർഡ്, അതിന് സെപ്പറേറ്റ് ബോർഡ് വരുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് സോൾഡർ ചെയ്തേ ഉള്ളൂ. ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? 2 കപ്പാസിറ്റർ വരുന്നുണ്ട്. കെൽട്ടോണിന്റെ 50 വോൾട്ടാണ് വരുന്നത്. 10,000 MFD, 10,000 MFD. അതുപോലെ 2 കപ്പാസിറ്റർ മെയിനായിട്ട് വരുന്നു. പിന്നെ വരുന്ന ഡയോഡ്, 4 ഡയോഡ് ഒരുമിച്ചുള്ള ഒരു മോഡ്യൂളാണ് വരുന്നത്. ആംപിയർ കൂടിയത്, ഏതാണ്ട് 15 ആംസ് 25 ആംസ് വരെ താങ്ങുന്ന ഡയോഡ്. പിന്നെ ചെറിയ മറ്റ് 2 ചെറിയ ഈ ഭാഗത്തേക്ക് വരുന്ന അതിന്റെ ഡയോഡ് 4007 ചെറുത്, അതിന് 2 ഫിൽറ്റർ കപ്പാസിറ്റർ. പിന്നെ ഒരു റെഗുലേറ്റർ AC 7805 7805. അതായത് നമുക്ക് USB മോഡ്യൂളിലേക്ക് 5 വോൾട്ട് മതി. അപ്പൊ 3 പവർ സപ്ലൈ ഏതാണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞു. പുള്ളി ഇപ്പൊ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടാണ് സോൾഡറിംഗ് ഒന്നും വലിയ ഫിനിഷിംഗ് ഇല്ല, പരിചയമായി വരുന്നതേ ഉള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. എങ്കിലും പുള്ളിയൊറ്റയ്ക്ക് ചെയ്താണത് ആദ്യമായിട്ട് പവർ സപ്ലൈ ചെയ്ത്. ഇനി അതിന്റെ ബോർഡ് ഇവിടെ വെക്കുന്നു. പക്ഷെ ഈ ബോർഡൊക്കെ ഇവിടെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ബോർഡ് ഇതിലേക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. അതിന് ലേശം ഇങ്ങനെ പൊക്കി വെക്കണം. അതിന് നമ്മൾ കൊടുക്കുന്നതാണ് PVC സ്പേസർ എന്ന് പറയും. നട്ടും ബോൾട്ടും സ്പേസർ ഒക്കെ. അപ്പൊ അതിന്റെ മൊത്തം ഒരു കിറ്റ് നിങ്ങൾ വാങ്ങുന്ന കൂടെ വാങ്ങാം. നമുക്ക് ആൾക്കാരുടെ വിവിധ തരം നട്ട്, ബോൾട്ട്, അത് കഴിഞ്ഞിട്ടാണ് സ്പേസർ എന്ന് പറയുന്നത്. ഈ സ്പേസറിനകത്തൂടെ നട്ടും ബോൾട്ടും, ഇത് പ്ലാസ്റ്റിക് ആണ്, ഷോർട്ട് ആവില്ല. ഇതിനകത്ത് കുറച്ച് നീളം കൂടിയ ബോൾട്ട് ഇട്ടതിന് ശേഷം ഇങ്ങനെ 4 കൊടുത്ത് അടിയിൽ വെച്ചിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാൻ. നെട്ടും ബോൾട്ട് ഇട്ട് ഉറപ്പിക്കണം, പൊക്കി നിർത്തണം. ഇത്രയും ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത എന്താണ്? വയറിംഗ് ആണ് നമ്മൾ വരുന്നത്. വയറിംഗ് സെക്ഷൻ വരും. അപ്പൊ വയറിംഗ് എവിടെ വെച്ച് തുടങ്ങും തോന്നിക്കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യല്ല, ഇവിടുത്തെ മോഡ്യൂളിന് കണക്കായിക്കൊണ്ട് മോഡ്യൂൾ ഇവിടെ വരുമല്ലോ, അപ്പൊ അത് കണക്കാക്കാം. ഡിസ്പ്ലേ കാണിച്ചു തരാം. ഇതാണ് ഡിസ്പ്ലേ. ഇതിന് ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് PVC. അപ്പൊ ഇതിവിടെ ഫ്രണ്ട് പാനൽ നമ്മൾ മുൻവശത്ത് കൊടുക്കുന്നു. ഇതിന് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. അതൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചാൽ ഇവിടെ വരും, അത്ര അറിഞ്ഞാൽ മതി. ഇതിനകത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് എന്താണ്? USB മോഡ്യൂളാണ് വരുന്നത്. USB മോഡ്യൂൾ കാണിച്ചു തരാം. USB മോഡ്യൂൾ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. മൊത്തം ഇതിനകത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് ഇവിടെ 2 സ്ക്രൂവും വെച്ച് ഇങ്ങനെയാണ് USB മോഡ്യൂൾ വരുന്നത്. പക്ഷെ നമുക്ക് ഈ ഇതിനകത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ആവശ്യമില്ല. അപ്പോൾ 2 സ്ക്രൂ അഴിച്ച് ഇതിനെ മാറ്റുന്നു. ഇത് മാത്രം എടുത്താൽ മതി. മാത്രം എടുത്തിട്ട് നമ്മൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്ന അതിന്റെ കറക്റ്റ് കട്ടിങ് അവർ ഇവിടെ കൊടുത്തിരിക്കും. നോക്കൂ, ഈ USB-ന്റെ ഇവിടെ വെച്ച ശേഷം ഈ ഗ്ലൂപ്പ് വെക്കുക. പിന്നീട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കണം. അപ്പോൾ മുൻവശത്ത് കാണുന്ന സമയത്ത് ഇങ്ങനെ വരും. അപ്പൊ ഇതിന്റെ കൂടെ ആദ്യം ഇതിന്റെ ബട്ടൺസ്, സ്വിച്ചുകൾ ഇടണം. ചെറിയ സ്വിച്ച്, അതും ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ആ സ്വിച്ചൊക്കെ ഇവിടെ ഇങ്ങനെ വച്ചതിന് ശേഷം വേണം ഇതിവിടെ വെക്കാൻ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ഈ USB ചിഹ്നം വരുന്നു. അപ്പൊ ഓരോ ബട്ടൺ നമുക്ക് ഇവിടുന്ന് പ്രസ് ചെയ്യാൻ പറ്റും. റിമോട്ടും ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാം. ഒരു ഓക്സിലറി സോക്കറ്റ്. ഇവിടെ എല്ലാം വോളിയം കൺട്രോൾ, ട്രിപ്പിൾ ബാസ്, മാസ്റ്റർ വോളിയം, സംഗതി വരും. അത് ആ സമയത്ത് കാണിച്ചത്. ജസ്റ്റ് ഇപ്പൊ ഡിസ്പ്ലേയും ഈ മോഡ്യൂൾ വെച്ചു. ഇത് വർക്ക് ചെയ്യുന്ന 5 വോൾട്ടിലാണ്. 5 വോൾട്ട് ഇതിനാണ് റെഗുലേറ്റർ AC കൊടുത്തത്. ഇവിടെ നിന്ന് ഗ്രൗണ്ടും 5 വോൾട്ടും കൊണ്ട് ഇതിലോട്ട് വെച്ച് ഇവിടെ പിന്നാണ്, എല്ലാം പിന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പൊ അതിന്റെ വോൾട്ടേജ് കിട്ടും.
അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താണ് ഔട്ട് കിട്ടുന്നത്? രണ്ട് ചാനൽ സ്റ്റീരിയോ, സെൻട്രൽ ഗ്രൗണ്ട് ആയിരിക്കും, ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ, രണ്ട് ചാനൽ ഔട്ടാണ് നമുക്ക് ഇവിടെ വരിക. അപ്പൊ 5 വോൾട്ട് ഇങ്ങോട്ട് എത്തിക്കണം, വയറിംഗ് ചെയ്ത് എത്തിക്കണം. ഇതിലോട്ട് 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞ് ഇതിന്റെ പിൻസ് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം കഴിഞ്ഞു. അതിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അതിന്റെ എല്ലാ കണക്ടേഴ്സും ഇതുപോലെ അതിന്റെ കൂടെ കിട്ടും. അപ്പൊ കണക്ടർ വെച്ചിട്ട് അടിച്ച് നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അത്രയും ഭാഗം മനസ്സിലായി. ഇനി അടുത്തതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം ഇപ്പൊ 2 ചാനൽ വരുന്നു. അപ്പൊ 6 ചാനലായിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ഓരോ ഭാഗവും മുറിച്ചെടുക്കണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡിന്റെ പേരാണ് പ്രോലോജിക് ബോർഡ് എന്ന് പറയും. പ്രോലോജിക്, ഇതാണ് പ്രോലോജിക് ബോർഡ്. ഗ്രോടെക് എന്ന് പറഞ്ഞ കമ്പനിയിലെ V5 പ്രോലോജിക് ബോർഡ്. ഇതിലെന്താണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടുന്ന് വരുന്ന ഈ USB മോഡ്യൂളിൽ നിന്ന് വരുന്ന സ്റ്റീരിയോ, സെൻട്രൽ കോമണും ലെഫ്റ്റും റൈറ്റും 2 ചാനൽ ഔട്ട് കൊടുക്കുന്നു. ഈ ബോർഡ് നമുക്ക് എന്ത് ചെയ്യുന്നു? 6 ചാനലായിട്ട് പുറത്തേക്ക് തരുന്നു. 6 ചാനൽ. ഇത് വർക്ക് ചെയ്യേണ്ട വോൾട്ടേജ് എത്ര ഇവിടെ കൊടുത്തു കാണും. കറക്റ്റ്. ഗ്രോടെക് V5 പ്രോലോജിക് ബോർഡ് വരുന്നുണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് പ്രോലോജിന് 650 രൂപ, 650 റുപ്പീസ് ആണ് ഈ ബോർഡിന് വരുന്നത്. 650. ഇനി ഓരോ ചാനലും നമുക്ക് കൃത്യമായിട്ട് ഇവിടെ എഴുതി കാണാം. ആദ്യം ഞാൻ പറഞ്ഞ വോൾട്ടേജിന്റെ കാര്യമല്ലേ, 24 അപ്പൊ ആക്ച്വലി ഇവിടെ 24 എന്ന് പറഞ്ഞ സമയത്ത് 48 വോൾട്ട് പ്ലസും മൈനസും ആണ്. അപ്പൊ 48 വോൾട്ടോളം വരുന്നുണ്ട് ഇവിടെ. ഡ്യുവൽ സപ്ലൈ അതിവിടെ കൊടുക്കുന്നു. ഇവിടെ സ്റ്റീരിയോ ഇന്ന് സെൻട്രൽ ഗ്രൗണ്ട് ആയിരിക്കും, ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ മോഡ്യൂളിൽ നിന്ന് ഇൻപുട്ട് കൊടുത്തു. ഇനി മൊത്തം നമുക്ക് ഇതുപോലെ ഈ ഭാഗത്ത് ഇവിടെയാണ് ഒപ്പിച്ച് വെക്കേണ്ടത്. മോഡ്യൂൾ വരുന്നതുകൊണ്ട് ഇവിടെയല്ലേ വരുന്നത്. അങ്ങനെ കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഓരോന്ന് ഔട്ട് തരും. അപ്പൊ ഏതൊക്കെ പിന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് നിങ്ങൾ എടുത്താൽ മതി. ഇതൊന്നും സോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാം പിന്നുകളാണ്. ഗെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രീസെറ്റ് ഒക്കെ വെച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ഇതൊക്കെ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് എന്ന് പറയും. ഇനി ഓരോ ചാനലും കൃത്യമായിട്ട് വായിച്ച് നോക്കാം. കൂടാതെ ഇതിന് ട്രിപ്പിൾ ബാസ് കൺട്രോളും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ബാസ് കൺട്രോൾ ലെഫ്റ്റ്, ട്രിപ്പിൾ റൈറ്റ്, അങ്ങനെ ബാസ് ട്രിപ്പിൾ കൺട്രോളും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. കൂടാതെ ഇവിടുന്ന് സെൻട്രൽ കോമണും ഇത് 1, 2, 3, 4, 5, 6 അങ്ങനെ അത്രയും ചാനലാണ് വരുന്നത്. നോക്കിക്കോളൂ, ഇവിടെ എഴുതിയിരിക്കുന്നത് FL, ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്. പിന്നെ സെന്റർ സ്പീക്കർ ഇങ്ങോട്ട് വരുന്നു. സബ് വൂഫർ, അടുത്ത സബ് വൂഫർ വരുന്നു, SW എന്ന് എഴുതിയുണ്ട്. അടുത്തത് വരുന്നത് RR, RL, റിയർ, പുറകുവശത്തെ റൈറ്റ്, RL, പുറകുവശത്തെ ലെഫ്റ്റ്. അപ്പൊ ലെഫ്റ്റ്, റൈറ്റ്, ട്രിപ്പിൾ ബാസ് ഇത്രയും കൺട്രോളുകൾ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ പ്രോസസ്സിംഗ് കഴിയുമ്പോഴേക്കും ഇതിന് വേണ്ട വോൾട്ടേജ് സെപ്പറേറ്റ് ഔട്ട് നമ്മൾ എടുത്തു കൊടുക്കാം. ഒക്കെ ഡിഫറെന്റ് വോൾട്ടേജസ് ആണ്. ഇതിന്റെ ഔട്ട് സ്വാഭാവികമായി ഇത്രയും പ്രോസസ്സിംഗ് കഴിയുമ്പോൾ കുറച്ച് വീക്ക് ആയിരിക്കും. അപ്പൊ ഇത് നേരിട്ട് തന്നെ നമുക്ക് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലാരിറ്റി കുറവാണ്. അതിനെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനൊന്നുകൂടി നമ്മൾ ബൂസ്റ്റ് ചെയ്യണം. അതിനാണ് പ്രീ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഗെയിൻ കൺട്രോൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അത് 6 ചാനൽ സെപ്പറേറ്റ് നമുക്ക് വേണം. അപ്പൊ അതാണ് ഈ ഗെയിൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്നത്. ഗെയിൻ കൺട്രോൾ ഇപ്പൊ നമുക്കിവിടെ മൊത്തം എത്ര 6 ചാനലായി കിട്ടിക്കഴിഞ്ഞു. പ്രോലോജിക്കിന്റെ ഔട്ട് 6 ചാനൽ. ഈ 6 ചാനൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് പിന്നെ ആംപ്ലിഫൈ ചെയ്യുന്നു. ഒരു IC 2 ചാനൽ വീതം ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ 2, 4, 6 അതിന്റെ ഗെയിനും അഡ്ജസ്റ്റ് ചെയ്യാൻ, സൗണ്ട് ഒക്കെ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺട്രോളുകൾ വരുന്നുണ്ട്. ഇത് ഏത് ചാനലിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ആ റിയറും ലെഫ്റ്റ് റൈറ്റ് അതൊക്കെ തീരുമാനിച്ചതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വയറിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇത് മാറി എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നമൊന്നും വരുന്നില്ല. പക്ഷെ കണക്ഷൻ എഴുതി വെച്ചതിന് ശേഷം ഓരോ ഭാഗത്തും നിങ്ങൾ പരിചയക്കുറവുണ്ട് ആദ്യം പേന കൊണ്ടോ അല്ലെങ്കിൽ മാർക്ക് കൊണ്ടോ എഴുതി വെക്കണം ഏത് ചാനലും. അപ്പൊ തൊട്ടടുത്ത് അത് വന്നു, മൊഡ്യൂൾ വരുന്നു, പ്രോലോജിക് വരുന്നു, ഗെയിൻ കൺട്രോൾ വരുന്നു. അടുത്താണ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കിടക്കാൻ പോകുന്നത്. ആംപ്ലിഫയർ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഇതാണ്, പവർ ട്രാൻസിസ്റ്റർ ആണ് ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 2SC5200 5200. അത് NP എന്നാണ്. അതുപോലെ അടുത്തത് വരുന്നത് 2SA1043 1943. കോംപ്ലിമെന്ററി പെയർ എന്ന് പറയും. ഒരു NPN PNP. ഇതാണ് ഒരു ചാനൽ. ഇത് 50 വാട്ട്സ് ആണ് ഒന്ന് വരുന്നത്. 50 100 വാട്ട്സ്. ഒരു ചാനൽ, 2 ചാനൽ, 3 ചാനൽ, 4 ചാനൽ, 5 ചാനൽ വന്നു. നിങ്ങൾ സ്റ്റീരിയോ ആണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇതിന്റെ 2 ചാനലിലെ ബോർഡ് വാങ്ങിയാൽ മതി. ഇത്രയും കാണും പകുതി. അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാം. 2 ചാനൽ.
ഈ തുടക്കക്കാർക്ക് ഇപ്പൊ 100 വാട്ട്സിലേക്ക് പോകണ്ടെങ്കിൽ 20 വാട്ട്സിന്റെ ബോർഡ് മതി, അങ്ങനത്തെ വാങ്ങിയാൽ മതി. അപ്പൊ ഓരോ ചാനലും 20 വാട്ട്സ് ആയിരിക്കും വരുന്നത്. ഇതിന്റെ ഔട്ട്ലോഡ് വരുന്നു, ഇതിന് 5 ഇഞ്ച് കാണും. ഇത് ഈ ട്രാൻസിസ്റ്റർ മാത്രമല്ല, അത് ഡ്രൈവ് ചെയ്യുന്ന 8 ട്രാൻസിസ്റ്റർ വേറെ ഉണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8 ഇതൊക്കെ ഇതിന്റെ പ്രീ സ്റ്റേജ് ആണ്. അപ്പൊ ഇവിടെയാണ് ഓരോ ചാനലിൽ ഇൻപുട്ട് കൊടുക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് റിയറും റൈറ്റും ലെഫ്റ്റും ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ എഴുതി വെക്കുക ഏതാണ് ചാനൽ, ഏതിനാണ് യൂസ്. അപ്പൊ നിങ്ങൾക്ക് വയറിങ് കുറച്ചുകൂടി ഈസി ആയിരിക്കും ബിഗിനേഴ്സിന്. അങ്ങനെ കൃത്യമായിട്ട് കൊടുത്തു പോവാം. ടോട്ടൽ എത്ര വന്നു? 500 വാട്ട്സ്. 100, 200, 300, 400, 500 വാട്ട്സ്. ഇതിനാണ് ഈ മെയിൻ നമ്മൾ ഈ 24/24 ഹൈ ആംപിയർ കൂടിയതിലേക്ക് എത്തിക്കണം, പവർ സപ്ലൈ എത്തിക്കണം. പിന്നെ ഇവിടെ നിന്ന് കണക്ഷൻസ് ഇത് സോൾഡർ ചെയ്യണം. ഓരോ ഭാഗത്തും ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. സ്പീക്കർ ഇൻപുട്ട് ഇവിടെയാണ്. ഈ രണ്ട് വയർ വീതം സോൾവ് ചെയ്താൽ ഇതിന് ഇവിടെ ഈ ചൂട് ഇതിന്റെ ഓവർ ഹീറ്റ് പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് ഈ അലുമിനിയം ഹീറ്റ് സിങ്ക് കൊടുത്തിരിക്കുന്നത്, ചൂടിനെ പുറത്താക്കാൻ. ഇത് പരമാവധി ബോഡിയിലോട്ട് വെച്ച് ഈ ഭാഗത്ത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിനു ശേഷം വർക്ക് ചെയ്യാം. അപ്പൊ ഇത് വന്നു. ഇനി ഇതുപോലെ സബ് വൂഫർ നമ്മൾ 200 വാട്ട്സിന്റെ പറഞ്ഞില്ലേ, അതിനാണ് ഈ ബോർഡ് ഉപയോഗിക്കുന്നത്. ഇത് 2SC5200ന്റെ 4 എണ്ണം പാരലാണ്. 4 ഒരുമിച്ച് കൊടുത്തുകൊണ്ട് 200 വാട്ട്, 50, 100, 150, 200 എത്രയും കൊടുത്തു. അതിലും ഹീറ്റ് സിങ്ക് വരും. ഇതും സബ് വൂഫറിന് വേണ്ടി മാത്രം. അത് സെപ്പറേറ്റ് ഒരു നല്ല പ്ലേസ് കണ്ടെത്തണം. അതൊക്കെ എവിടെയാണെന്ന് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിനു ശേഷം ഇത് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി പർപ്പസ്, ലൗഡ് സ്പീക്കറിന്റെ വയറൊക്കെ ഷോർട്ട് ആവുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഒക്കെ പൊട്ടിത്തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്, അത്ര ഹൈ ആംപിയർ വരുന്നുണ്ട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരു ബോർഡ് കൂടി ആഡ് ചെയ്യാം. അതിന്റെ പേരാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് എന്ന് പറയുന്നത്. അത് ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. ഇതിന്റെ പർപ്പസ് ഉപയോഗം ഇത്രയേ ഉള്ളൂ. ഷോർട്ട് ആവുന്ന സമയത്ത് ആ വയറിലൂടെ 10 20 ആംപിയർ പരമാവധി ആംപിയർ സെക്കൻഡ് കൊണ്ട് ഒഴുകുന്നതുകൊണ്ടാണ് ഓവർ ഹീറ്റ് വന്ന് പൊട്ടിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ ഷോർട്ട് വന്ന ഉടൻ തിരിച്ചറിയാൻ വേണ്ടി മൈക്രോ കൺട്രോളർ വെച്ച് ഇവിടെ സെൻസ് ചെയ്യുന്നു. സെൻസ് ചെയ്തിട്ട് ഓവർ കറണ്ട്, ആ ലിമിറ്റഡ് കറണ്ട്, അനുവദനീയമായ കറണ്ട് കൂടുതൽ വരുന്ന സമയത്ത് ഈ റിലേ കട്ടാവുന്നു. അപ്പൊ സ്വാഭാവിക പുറത്തേക്കുള്ള സപ്ലൈ കട്ടാവും, അത് ഓഫായി കിടക്കും. അങ്ങനെ സംരക്ഷിക്കപ്പെടും. അപ്പൊ 1, 2, 3, 4, 5 ചേർന്നതും സബ് വൂഫറിന് കുറച്ച് ആംപിയർ കൂടുകൊണ്ട് വലിയ റിലേയും കൊടുത്തു. അങ്ങനെ ഇതിലോട്ട് കൊടുക്കുന്ന സ്പീക്കർ കണക്ഷൻ ആദ്യം ഇവിടെ ഓരോ ചാനൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഔട്ടാണ് നമ്മളിവിടെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി കൊടുക്കേണ്ടത്, ഇവിടെ വയർ കൊടുക്കാൻ വേണ്ടി, അല്ലാണ്ട് നേരിട്ട് കൊടുക്കരുത്. അപ്പൊ ഇതിനുള്ള സ്പേസ് നമ്മളിവിടെ കാണണം. ഇത്രയും സ്പേസുകളൊക്കെ കണ്ടെത്തി ഇനി ഇതിന്റെ മാർക്ക് ചെയ്ത് ഹോള് ഡ്രില്ല് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്ത വയറിംഗ് സെക്ഷനിലേക്ക് പുള്ളി കടക്കുന്നതായിരിക്കും. വയറിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് വയറുകളൊക്കെ വാങ്ങി വെക്കണം. കുറച്ച് ഫ്ലാറ്റ് കേബിൾ, കട്ടിവുഡ് വയർ, ഇതൊക്കെ വയറിംഗ് എത്ര വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഓരോ വ്യക്തിപരമായ ഒരാളുടെ കഴിവാണ്. എല്ലാവരും ചെയ്തതുപോലെ വരണമെന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വരുന്നത് വോളിയം കൺട്രോൾസ്. പാനലിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള വോളിയം കൺട്രോൾസുകളൊക്കെ വരുന്നു. ഇത് മാസ്റ്റർ കൺട്രോൾ. 6 ചാനലും കൂടെ ഒരുമിച്ച് ഒരു നോബിൽ തന്നെ നമുക്കിവിടെ തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മാസ്റ്റർ കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ ട്രിബിൾ, ബാസ്, ഓരോ ലെഫ്റ്റ് ചാനൽ, സെപ്പറേറ്റ് ചാനലിനൊക്കെ കൺട്രോൾസ് വരുന്നു. കളർ കോഡുകൾ പറഞ്ഞു. പിന്നെ ഇതിന് ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റർ, വ്യൂ മീറ്റർ എന്ന് പറയും. വ്യൂ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ LED ഇങ്ങനെ ഒരു മൂവ് ചെയ്യുന്നത് കാണാൻ ഒരു ഭംഗിയായിരിക്കും. ഇതിന് 350 രൂപയാണ് വില വരുന്നുണ്ട് വ്യൂ മീറ്റർ. ഫ്രണ്ട് പാനൽ കൊടുക്കുക. അതുകൂടാതെ ഇതിന്റെ ഒരു വൈറ്റിലൊക്കെ നമുക്കൊരു കളറൊക്കെ തെളിഞ്ഞു വരണമെങ്കിൽ ഒരു ഡിസ്പ്ലേ LED സ്ട്രിപ്പ് വെച്ചുകൊണ്ട് ലാസ്റ്റ് അലങ്കരിക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാം. ഇങ്ങനെയാണ് ഇത് നോബ്സ്, കൺട്രോൾ നോബ്സ് വരുന്നതിന്റെ. ഇത്രയിട്ടാണ് ആംപ്ലിഫയറിന്റെ പാർട്സുകൾ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്ത് എല്ലാ ഹോൾസും ഡ്രില്ല് ചെയ്തതിനു ശേഷം ഇതിന് ഭംഗിയായിട്ട് ഫിറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ നല്ല പരിചയമുള്ള ആളാണെങ്കിൽ ഇതിന് കാലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഡ്യൂട്ടിയാണ് ശരിക്കും ഒരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യാൻ. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ ചാർജ് ചെയ്യുന്ന അസംബ്ലിംഗ് ചാർജ് മാത്രം വരുന്നത് 3000 rupees, 3000 രൂപ വരെ ചാർജ് ചെയ്യുന്നുണ്ട് പലരും. കാരണം അത്രയ്ക്ക് ജോലിയുണ്ട്. പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് അസംബിൾ ചെയ്യണമെങ്കിൽ അത്ര അധ്വാനം ഉണ്ടല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യുന്നവർക്ക് അത് ലാഭിക്കാം. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇത്രയും എടുത്ത പാർട്സിന്റെ ടോട്ടൽ കോസ്റ്റ് ഏതാണ്ട് 9500, 9500 പാർട്സ് കോസ്റ്റ് മാത്രം നമുക്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത്. പുള്ളിക്കത് സ്വന്തം ഒരു കട ഒക്കെ നടത്താൻ വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. പ്ലസ് ഇതിന്റെ അസംബ്ലിംഗ് ചാർജും കൊടുക്കുക. അങ്ങനെയാണ് ഇതിന് വില നിശ്ചയിക്കപ്പെടുന്നത്. പിന്നെ
ഇതിന്റെയൊക്കെ വാട്സും അതിന്റെ ക്വാളിറ്റീസിലൊക്കെ വ്യത്യാസം വെക്കുന്ന സമയത്ത് അത് കുറയും. ഇത് പരമാവധി നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഇത് ഡ്രിൽ ചെയ്തതിനു ശേഷം നമുക്ക് ബാക്കി കാണാം.